ഫ്ലോറൽ ബഞ്ചസ് ആണ് നോക്കുന്നത്. അതിനാദ്യം നമ്മൾ ഇതുപോലെ സ്പൈറൽ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഈ കാണുന്ന പോലെ ഗ്യാപ്പ് വിട്ട് പെറ്റൽ വരച്ചിട്ട് അതിനുള്ളിൽ നമ്മൾ നീറ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി ഔട്ടർ പോർഷൻ ഇതുപോലെ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ വരച്ചു കൊടുക്കുകയാണ്. ഞാൻ വരച്ചതിനൊന്ന് തിക്ക് ചെയ്യുക. നീറ്റായിട്ട് ഒറ്റ പ്രഷറിങ്ങിൽ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. വീണ്ടും നമ്മൾ ഔട്ടർ പോർഷൻ ഒന്നുകൂടെ വരച്ചു കൊടുക്കുക. ഇനി ഒരു ലെയർ കൂടി വരച്ചിട്ട് ആ ഫ്ലവറിനെ ഒന്ന് തിക്ക് ചെയ്ത്, അപ്പോൾ കുറച്ച് വലിയ ഫ്ലവർ കിട്ടും കേട്ടോ. ലെയർ എത്ര വേണമെങ്കിലും നമുക്ക് കൊടുക്കാം, ഇത് നമ്മളിഷ്ടമാണ്. ഇനി എല്ലാത്തിൻ്റെ ഔട്ടറിൽ ഒരു കേർവ് ലൈൻ കൂടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതാ ഈ ഒരു കോർണറിലായിട്ട് നമ്മൾ സ്പൈറൽ കൊടുത്തിട്ട് ഹംസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. തൊട്ടടുത്ത് വീണ്ടും നമ്മൾ അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെയൊക്കെ ഒരെണ്ണത്തിൻ്റെ ഡോട്ട്സ് ഇട്ട് കൊടുത്തു, മറ്റേതിന് കേർവ് ലൈനും ഡോട്ടും ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ലീഫാണ് ചെയ്ത് കൊടുക്കണേ. ലീഫ് ഒന്ന് നല്ല തിക്കായിട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു കേർവ് ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ലീഫ് നമ്മൾ ഇങ്ങനെ വലിയതാക്കി കൊണ്ടുപോവുക. കണ്ടില്ലേ? ഇനി ഈ സൈഡിലേക്ക് വരാം. അവിടെ നമ്മൾ ലീഫ് കൊടുക്കുകയാണ്. ലീഫൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കൊടുക്കാം കേട്ടോ. ഇങ്ങനെ വേണമെങ്കിലും ബഞ്ചസ് ആയിട്ട് കൊടുക്കാം. നെക്സ്റ്റ് ഇവിടെയും സ്പൈറൽ കൊടുക്കുകയാണ്. തൊട്ടടുത്ത് വീണ്ടും സ്പൈറലും ഹംസും കൊടുത്തിട്ടുള്ള ഫ്ലവർ ഉണ്ടാക്കാം. ഇനി കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ആ എൻഡിലായിട്ട് അങ്ങനെ ചെയ്ത് കൊടുത്തു. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ കേർവ് ലൈനും ഡോട്ടും ഇട്ട് കൊടുത്തു. ഇതിന് ഡോട്ട്സും അപ്ലൈ ചെയ്തു. ഇവിടെ നമ്മൾ ലീഫും കൊടുക്കും. നെക്സ്റ്റ് നോക്കാം. നമ്മൾ സ്പൈറൽ തന്നെ കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു ഫ്ലവർ തന്നെ ചെയ്യുന്നത്. ഇങ്ങനെ ഔട്ടർ ഇങ്ങനെ ചെയ്തിട്ട് എത്രത്തോളം വലുതാക്കണോ അത്രത്തോളം പെറ്റൽസ് കൊടുത്താൽ മതി കേട്ടോ. ഹൈറ്റ് ലെയറിൽ അപ്പം ഞാനിതിന് 2 ലെയറേ കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ഔട്ടർ പോർഷൻ ഒന്ന് വരച്ചു കൊടുക്കാം. വീണ്ടും നമ്മൾ സ്പൈറൽ വരയ്ക്കുക. സെയിം തന്നെ 2 ലെയർ പെറ്റൽസും കൊടുക്കാം. എന്നിട്ട് ഔട്ടർ ഒന്ന് വരച്ചു കൊടുക്കാം. വീണ്ടും ഒരു ഫ്ലവർ കൂടെ കൊടുത്ത് ചെയ്യാണ്. ഹാഫ് പോർഷനേ ചെയ്യുള്ളൂ. 2 ലെയർ തന്നെ കൊടുക്കുക. നീറ്റായിട്ട് തിക്ക് ചെയ്യുക. ഔട്ടർ പോർഷൻ ഒന്ന് വരച്ചു കൊടുക്കുക. വീണ്ടും ഇവിടെ സ്പൈറൽ കൊടുത്തിട്ട് ഹംസ് ആണ് കൊടുക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് വീണ്ടും അതേപോലെ തന്നെ ചെയ്തു. ഇനി ആ സ്പൈറലിൻ്റെ ഉൾ പോർഷൻ ഒന്ന് തിക്കാക്കിയിട്ട് ഡോട്ട്സും കൊടുത്തു പുറത്ത്. ഇവിടെ ഇങ്ങനെ 2 ലീഫ് കൊടുത്തു. ഇനി ഓപ്പോസിറ്റിലും 2 എണ്ണം കൊടുത്തിട്ട് സെൻറ്ററിലും 2 എണ്ണം കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ലീഫ് നമുക്ക് കിട്ടും. പിന്നെ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമ്മൾ സെയിം തന്നെ ചെയ്ത് കൊടുക്കുകയാണ്. സ്പൈറൽ ഇട്ടിട്ട് ഹംസ് ചെയ്യാണ്. ഇപ്പോൾ സ്പൈറലിൻ്റെ ഔട്ടർ പോർഷൻ ഒന്ന് തിക്ക് ചെയ്തിങ്ങനെ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്ത് കൊടുത്താണ്. ഇവിടെയും ലീഫ് ആ സെയിം ഷേപ്പിൽ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഡോട്ട്സും കൊടുക്കാം. ഓപ്പോസിറ്റിലും നമ്മൾ അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. ഇവിടെയും ലീഫ് കൊടുക്കാം. ഡോട്ട്സും കൊടുക്കാം. ഇനി നമുക്ക് സ്പേസ് ഉള്ളത് പോലെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ഒരു ഫ്ലവർ കൊടുത്ത് അവിടെ ഡോട്ട്സും ലീഫും കൊടുത്തു. നെക്സ്റ്റ് നോക്കാം. സ്പൈറൽ കൊടുക്കുക. ഇതായി കാണുന്ന പോലെ ഷേപ്പിൽ പെറ്റൽസ് കൊടുക്കുക. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒന്നിൻ്റെ മുകളിൽ ഓവർലാപ്പായി വരുന്ന രീതിയിൽ എൻഡിൽ മാത്രം ഒന്ന് ചെറിയൊരു വ്യത്യാസം കേവ് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ.
ഇങ്ങനെ 3 ലെയറാണ് ഇതിൽ കൊടുക്കുന്നത് കേട്ടോ. ഇനി കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വീണ്ടും സ്പൈറൽ കൊടുക്കുക, ഫ്ലവർ വരച്ചു കൊടുക്കുക. പെറ്റലിൻ്റെ എണ്ണം നിങ്ങൾക്ക് വേണ്ട പോലെ കൂട്ടി കൊടുക്കുക കേട്ടോ, സൈസിനനുസരിച്ചിട്ട്. വീണ്ടും നമ്മൾ ഒരു സ്പൈറൽ ഗ്യാപ്പ് വിട്ടിട്ട് വരയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ വലിയതാക്കി കൊണ്ടുവരാം. വലിയതാക്കി കൊണ്ടുവരുമ്പം സ്പേസ് ഇല്ലാഞ്ഞാൽ അവിടെ കൊള്ളിക്കണ്ട കേട്ടോ. ഇനി ഔട്ടർ പോർഷന് നമ്മളൊന്ന് ജസ്റ്റ് എല്ലാ പെറ്റലിൻ്റെയും ഒന്ന് തിക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ തന്നെ തിക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല, വേണമെങ്കിൽ ഷെയ്ഡിങ്ങും കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ തിക്ക് ചെയ്യാണ് ചെയ്യുന്നത്. എല്ലാ പെറ്റൽസിൻ്റെയും ഒന്ന് തിക്ക് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് പ്രഷറിങ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ പുറത്ത് സ്പൈറൽ കൊടുക്കുക, ഹംസും കൊടുക്കുക, ഡോട്ട്സും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ലീഫ് ഇതുപോലെ ഷേപ്പ് വരച്ചിട്ട് സെൻറ്ററിൽ ലൈൻസ് ഇട്ടിട്ട് അതിൻ്റെ അപ്പുറം ഇപ്പുറം ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇവിടെ ഈ ഒരു ജോയിൻറ്റ് സെക്ഷനിലാണ് കൊടുക്കുന്നത്. ഫ്ലവർ കൊടുത്തു, ലീഫും കൊടുക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ 2 സൈഡും ഫില്ലിങ്ങും ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെയും ചെയ്യാം. രണ്ട് ഫ്ലവറാണ് അവിടെ കൊടുത്തത്. എന്നിട്ട് ഇതേപോലെ ഒരു കേവ് ലൈനും ഡോട്ടും കൊടുത്തിട്ടുമുണ്ട്. ഇനി ഇവിടെ ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് ലീഫുകൾ കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഇടയിലൊക്കെ ഓരോരോ കേവും ലൈനും ഡോട്ടും